and welcome to IELTS preparation by Sort Edu. In today's session, we will discuss how to write a process diagram essay for IELTS writing task 1. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് സെഷൻസ് ആയിട്ട് IELTS writing task 1 പല ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു സെഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു പ്രോസസ് ഡയഗ്രാം എസ്സേ എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം, അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ആൻസർ ഫോർമുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ കാണാം. The different types of process diagram questions that we can expect. ബേസിക്കലി ഇവിടെ ഒരു പ്രോസസ് ഡയഗ്രാം ഈ ഒരു ടൈപ്പിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഫസ്റ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ പ്രോസസ്സസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ മാൻമേഡ് പ്രോസസ്സസ്. ഇത് രണ്ടായിട്ട് നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. നാച്ചുറൽ പ്രോസസ് എന്ന് പറയുമ്പോഴും അത് നമുക്ക് പല കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു ലൈഫ് സൈക്കിൾ ഓഫ് എനി പർട്ടിക്കുലർ ആനിമൽ നമ്മളോട് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാച്ചുറൽ സൈക്കിൾസ് അല്ലെങ്കിൽ പ്രോസസ്സസ് ലൈക്ക് ഫോട്ടോസിന്തസിസ്, അതുപോലെ മാൻമേഡ് പ്രോസസ്സസ്. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഏതെങ്കിലും ഒരു ഐറ്റത്തിന്റെ മാനുഫാക്ചറിങ് ആ ഒരു പ്രോസസ് സ്റ്റേജസ് ഒക്കെ നമുക്ക് കാണിച്ചിട്ട് നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു എക്വിപ്മെന്റ് അതിന്റെ ഒരു അടയാളപ്പെടുത്തിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് തരാം. അപ്പൊ ഇതൊക്കെയാണ് ബേസിക്കലി നമുക്ക് ഈ ഒരു പ്രോസസ് ഡയഗ്രാം എന്ന് പറഞ്ഞ ഈ ഒരു ടൈപ്പിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നമുക്ക് കുറച്ച് സാമ്പിൾസ് നോക്കാം. സ്ക്രീൻ കാണാം. ഫസ്റ്റ് മോഡൽ ദാറ്റ് ഈസ് മാനുഫാക്ചറിങ് പ്രോസസ്. ഇപ്പൊ സ്ക്രീൻ കാണാം. ഇത് ഒരു ബേസിക്കലി ഒരു ബ്രിക്ക് മാനുഫാക്ചറിങ് ആണ്. അപ്പൊ അത് നമുക്ക് കാണാം, ഒരു റോ മെറ്റീരിയലിൽ തുടങ്ങി അതിന്റെ സ്റ്റേജ് ബൈ സ്റ്റേജ് കടന്ന് എങ്ങനെയാണ് അതിന്റെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് എത്തുക എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇതേപോലെ പല കാര്യങ്ങളുടെ മാനുഫാക്ചറിങ് പ്രോസസ് നമുക്ക് തരാം, പല ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ സെക്കൻഡ് മോഡൽ ദാറ്റ് ഇസ് ദ ഡിസൈൻ ഓഫ് എൻ ഒബ്ജെക്ട്. ഓക്കെ, സ്ക്രീൻ കാണാം. ഇവിടെ നമുക്ക് കാണാം ഒരു ടർബൈനൊക്കെ ഉള്ള ഈ കൺവേർഷൻ ഓഫ് ടൈഡൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജിയാണ്. അപ്പൊ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ മെഷീൻസ് നമുക്ക് തരാം. ഫോർ എക്സാമ്പിൾ ഒരു കോഫി വെൻഡറിംഗ് മെഷീൻ അല്ലെങ്കിൽ ഒരു സബ്മറൈൻ. അപ്പൊ എന്തെങ്കിലുമൊക്കെ മെഷീൻസ് തരാം, അതിന്റെ പാർട്സ് ഒക്കെ ഡെവലപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ അതിന്റെ യൂസസ് അതുപോലെ അതിന്റെ ഒരു ഫംഗ്ഷനിങ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ എഴുതാന്നുള്ളതാണ്. ദെൻ തേർഡ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ഡിഫറെന്റ് ആനിമൽസ് നമുക്ക് തരാം. സ്ക്രീൻ തന്നിരിക്കുന്ന രണ്ടെണ്ണം നോക്കാം. ദാറ്റ് ഈസ് ലൈഫ് സൈക്കിൾ ഓഫ് എ ഫ്രോഗ് ആൻഡ് ദാറ്റ് ഓഫ് എ സാൽമൺ. ഇങ്ങനെ രണ്ട് ആനിമൽസിന്റെ ആണ്. നമുക്ക് പല ആനിമൽസിനെ എക്സ്പെക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പൊതുവെ കാണുന്ന ബട്ടർഫ്ലൈസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ദി ഫോർത്ത് മോഡൽ സ്ക്രീൻ കാണാം. ദാറ്റ് ഇസ് ദി നാച്ചുറൽ പ്രോസസ് സൈക്കിൾ. ഇപ്പൊ നമുക്ക് സ്ക്രീൻ കാണുന്നത് ആസിഡ് റെയിൻ, ദ ഫോർമേഷൻ ഓഫ് ആസിഡ് റെയിൻ, അതിന്റെ ഒരു പ്രോസസ്സസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സ്ക്രീൻ കാണുന്നത്. ഇതേപോലെ പല പ്രോസസ്സസ് നാച്ചുറൽ പ്രോസസ് അല്ലെങ്കിൽ സൈക്കിൾസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഫോട്ടോസിന്തസിസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ കാണുന്ന കുറച്ച് മോഡൽസ്. നമുക്ക് നമ്മുടെ അനാലിസിസിലേക്ക് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എപ്പോഴും ടാസ്ക് 1 ഫോളോ ചെയ്ത അതേ പാറ്റേൺ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാന്നുള്ളതാണ്. ദാറ്റ് ഈസ് പൊതുവെ എല്ലാ ടൈപ്പിലും പോലെ ഇവിടെയും നമുക്ക് 3 പാർട്സ് ആണ്. ഒരു ഗ്രാഫിക് ഉണ്ടാവും, ദെൻ അതിന്റെ ഗ്രാഫിക്കിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, ദെൻ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഇവിടെയും അത് തന്നെയാണ്. ദെൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് ആണ് കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനും നമ്മുടെ ഉത്തരം ഫോർമുലേറ്റ് ചെയ്യാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് വൺ ബൈ വൺ നോക്കാം. നമുക്കൊരു പ്രോസസ്, ഒരു നാച്ചുറൽ പ്രോസസ്സ് കിട്ടുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക അതൊരു ലീനിയർ പ്രോസസ് ആണോ അല്ലെങ്കിൽ ഒരു സൈക്ലിക്കൽ പ്രോസസ് ആണോ നോക്കുക. സൈക്ലിക്കൽ എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ തിരിച്ച് എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അതങ്ങനെ ഒരു സൈക്കിളായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു രീതിയാണെങ്കിലാണ് സൈക്ലിക്കൽ പ്രോസസ്സസ്. ലീനിയർ പ്രോസസ് മീൻസ് ഒരു സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഒരു തിരിച്ചവിടെ വരത്തില്ല, തിരിച്ച് ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വരില്ല, അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകും. അതാണ് ഒരു ലീനിയർ പ്രോസസ്. ദെൻ വേർ ഡസ് എ പ്രോസസ് സ്റ്റാർട്ട് ആൻഡ് എൻഡ്, അതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടത്. അതായത് ഒരു പ്രോസസ്സിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു സൈക്ലിക്കലൊക്കെ പ്രത്യേകിച്ച് അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് എവിടെയാണെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ലീനിയർ ആണെങ്കിൽ പോലും അത് എവിടെ തുടങ്ങുന്നു എവിടെ എൻഡ് ചെയ്യുന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഹൗ മെനി സ്റ്റെപ്സ്, എത്ര സ്റ്റെപ്സ് ഉണ്ട് ഈ ഒരു പ്രോസസ്സിൽ നിന്ന് നമുക്ക് നോക്കുക. അതായത് എത്ര സ്റ്റേജസ് ഒക്കെ ഉണ്ടെന്ന് അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഈ പ്രോസസ് എടുത്ത് വരുന്ന എല്ലാത്തിലും ഇതേ കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാൻ പറ്റും. എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് എ മെഷീൻ, ഒരു ഡിസ്ക്രിപ്ഷൻ ഓഫ് മെഷീൻ ഒക്കെ തരുമ്പോഴത്തേക്കും ഇതുണ്ടാവില്ല. ദെൻ അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത് ക്യാൻ ദ പ്രോസസ് ബി ഈസിലി ബ്രോക്കൺ ഡൗൺ ടു സ്റ്റേജസ്. അപ്പോൾ നമുക്ക് നമ്മൾ തന്നെ ഇപ്പൊ ഇൻ കേസ് അവർ സ്റ്റേജസ് ആയിട്ട് തന്നില്ലെങ്കിൽ പോലും ആ ഒരു ഹോൾ പ്രോസസ് അല്ലെങ്കിൽ ഹോൾ സൈക്കിളിനെ പല സ്റ്റേജസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തന്നെ നോക്കുക. ദെൻ വാട്ട് ആർ ദ റോ മെറ്റീരിയൽസ്, അതായത് ആ ഒരു സ്റ്റേജിൽ തുടങ്ങുമ്പോൾ എന്ത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത് നോക്കുക. റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ദെൻ അതുപോലെ എന്താണ് അതിന്റെ എൻഡ് പ്രൊഡക്റ്റ് നോക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഫസ്റ്റ് വൺ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കിടക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഈസ് ഇറ്റ് എ ലീനിയർ ഓർ സൈക്ലിക്കൽ പ്രോസസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലീനിയർ പ്രോസസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ട് ചെയ്ത് പിന്നെ വേറൊരു സ്ഥലത്തായിരിക്കും എൻഡ് ചെയ്യുക, ഒരിക്കലും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ചു വരില്ല. സൈക്ലിക്കൽ എന്ന് പറയുന്നത് തിരിച്ചു വരുന്നതാണ്. ദെൻ ലീനിയർ പ്രോസസ്സിന്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് അത് പൊതുവെ ഒരു മാനുഫാക്ചറിങ്, പൊതുവെ ഒരു മാനുഫാക്ചറിങ് ആക്കിയ പോലെ എന്തെങ്കിലും ക്രിയേഷൻ ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ട പോലെ
ഒരു മാനുഫാക്ചറിങ് ഓഫ് എ ബ്രിക്സ് എന്നൊക്കെ പറയുമ്പോൾ അത് അവർ തുടങ്ങിയ പോയിന്റിൽ തിരിച്ചെത്തത്തില്ല. കാര്യം റോ മെറ്റീരിയൽസ് തുടങ്ങി ഫിനിഷ്ഡ് ബ്രിക്സിലേക്കാണ് എത്തുക. അത് ഒരിക്കലും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരു ലീനിയർ പ്രോസസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ദെൻ സൈക്ലിക്കൽ പ്രോസസ് നമുക്ക് നോക്കാം. നമ്മൾ മുൻപ് കണ്ട ഒരു ഫ്രോഗിന്റെ ഒക്കെ ഒരു ലൈഫ് സൈക്കിൾ, ഇതൊക്കെ ഒരു സൈക്ലിക്കൽ പ്രോസസ് ആണ്. അതുപോലെ ഫോട്ടോസിന്തസിസ് അതൊരു സൈക്ലിക്കൽ പ്രോസസ് ആണ്. കാര്യം തിരിച്ച് തുടങ്ങുന്നിടത്ത് തന്നെ തിരിച്ചു വരുന്നത് ഈ പ്രോസസ്സുകളാണ് പൊതുവെ സൈക്ലിക്കൽ എന്ന് പറയുന്നത്. ലൈഫ് സൈക്കിൾ ഫ്രോഗ് അല്ലെങ്കിൽ എന്ത് ആനിമൽസിന്റെ ലൈഫ് സൈക്കിൾ പൊതുവെ അതൊക്കെ ഒരു സൈക്കിൾസ് ആണ്. നാച്ചുറൽ പ്രോസസ്സസ് ഒക്കെ ഒരു സൈക്കിൾസ് ആണ്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നോക്കുക, ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്ത് ഒരു ലീനിയർ ആണോ അല്ലെങ്കിൽ ഒരു സൈക്ലിക്കൽ പ്രോസസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് വേർ ഇസ് ദ പ്രോസസ് സ്റ്റാർട്ട് ആൻഡ് എൻഡ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൊതുവെ ഒരു സൈക്ലിക്കൽ പ്രോസസ്സിലേക്കാണ് കുറച്ചുകൂടെ ഒരു പാട്. നമ്മളൊരു സൈക്ലിക്കൽ പ്രോസസ്സ് കാണുമ്പോൾ എവിടെയാണ് തുടങ്ങുക എവിടെയാണ് എൻഡ് ചെയ്യുക എന്നുള്ളത് ആണ് കുറച്ചുകൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പാട്. പക്ഷെ ഇതൊക്കെ നമ്മൾ നോക്കി നമ്മൾ എസ്സേയിലേക്ക് എഴുതേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ ഹൗ മെനി സ്റ്റെപ്സ് ആർ ദർ ടു ദ പ്രോസസ്. ഓക്കെ, പൊതുവെ ഒരു മാനുഫാക്ചറിങ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, നേരിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം എന്നില്ല, നിർബന്ധമില്ല. പക്ഷെ അപ്പോൾ നമ്മൾ തന്നെ പല സ്റ്റേജസ് ആക്കി ഡിവൈഡ് ചെയ്ത് നമ്മൾ തന്നെ എസ്സേ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ക്യാൻ ദ പ്രോസസ് ബി ഈസിലി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്റ്റേജസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ആ ഒരു ബ്രിക്ക് മേക്കിംഗ് ആ ഒരു ഇതിൽ നമ്മൾ കണ്ടു, അതിനകത്ത് പല സ്റ്റേജസ് ഉണ്ട്. അപ്പൊ അത് തന്നെ നമ്മൾ തന്നെ 3 സ്റ്റേജസ് ആക്കി അല്ലെങ്കിൽ 3-4 സ്റ്റേജസ് ആക്കി ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ എസ്സേ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ആ ബ്രിക്സിന്റെ ഒരു മാനുഫാക്ചർ ആകുമ്പോഴത്തേക്കും യു ക്യാൻ യൂസ് ദ ഫസ്റ്റ് സ്റ്റേജസ് ക്രിയേറ്റിംഗ് ദ ബ്രിക്സ് ഫ്രം ക്ലേ. അപ്പോൾ റോ മെറ്റീരിയൽസ് ആ ഒരു ബ്രിക്സ് ക്രിയേറ്റിംഗ് ദ ബ്രിക്സ് എന്നുള്ള ഒരു സ്റ്റേജ് നമുക്ക് പറഞ്ഞാക്കാം. ദെൻ മാനുഫാക്ചറിംഗ് ദ ഫിനിഷ് പ്രോഡക്റ്റ് ആൻഡ് പാക്കേജിംഗ് ആൻഡ് ഡെലിവറി. അപ്പൊ അങ്ങനെ 3 പാർട്സ് ആയിട്ട് നമ്മൾ തന്നെ ഒന്ന് ഫോർമുലേറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഇതൊക്കെ ഒരു സ്വന്തം ഇതിലൊരു ഇൻഡ്യൂഷനിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, പല സ്റ്റേജസ് ആക്കി ഡിവൈഡ് ചെയ്യാന്നുള്ളത്. ദെൻ വേർ ഡസ് ദ പ്രോസസ് സ്റ്റാർട്ട് ആൻഡ് എൻഡ് നമ്മൾ പറഞ്ഞു. ദെൻ ഈസിലി ബ്രോക്കൺ ഡൗൺ സ്റ്റേജസ് നമ്മൾ പറഞ്ഞു. ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ദെൻ ദ ഫിഫ്ത്ത് വൺ ദാറ്റ് ഈസ് വാട്ട് ആർ ദ റോ മെറ്റീരിയൽസ് ആൻഡ് വാട്ട് ആർ ദ ഫിനിഷ് പ്രോഡക്ട്സ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എവിടെ തുടങ്ങുന്നു, അവിടുത്തെ മെറ്റീരിയൽസ് എന്താണ്, ഇതിന്റെ എൻഡ് പ്രോഡക്റ്റ് എന്താണ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എൽസിയിൽ മെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത്രയാണ് ബേസിക്കലി നമ്മുടെ ഒരു അനാലിസിസ് പാർട്ട്. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പ്രോസസ് ഡയഗ്രത്തിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നമ്മൾ കണ്ടു. പൊതുവെ മാൻമെയ്ഡും അതുപോലെ നാച്ചുറലും 2 സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന് ഓരോന്നിലും എങ്ങനെയാണ് അതിന്റെ അപ്രോച്ച് ചെയ്യുന്നത്, അതായത് സിലിണ്ടറിക് സൈക്ലിക്കൽ ആണെങ്കിൽ അതുപോലെ ലീനിയർ ആണെങ്കിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. നമുക്ക് ഇതിന്റെ ഫർദർ ഡിസ്കഷൻസ് ദാറ്റ് ഈസ് ഒരു ഇൻട്രൊഡക്ഷൻ, ഓവർവ്യൂ പാരഗ്രാഫ്സ് അതുപോലെ ബോഡി പാരഗ്രാഫ്സ് ഒക്കെ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. താങ്ക് യു.